മാന്യ സദസ്സിന് വന്ദനം. ദൈവ കേന്ദ്രീകൃതമായ കുടുംബങ്ങൾ ദൈവ വിളികളുടെ ശക്തിയും സ്രോതസ്സും എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യ വംശങ്ങളുടെ ഭാവി കുടുംബങ്ങളിലൂടെയാണ് എന്ന വലിയ പ്രവാചക ദൗത്യം ലോകത്തിന് നൽകിയ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അപ്പസ്തോലിക ലേഖനമാണ് ഓർമ്മയിൽ വരുന്നത്. ഫാമിലിയറിസ് കോൺസെർഷ്യോ അഥവാ കുടുംബം ഒരു പങ്കാളിത്തം. കുടുംബങ്ങളുടെ പാപ്പ എന്ന പേരിലാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അറിയപ്പെടുന്നത്. കുടുംബമേ നീ എന്താണോ അതായി തീരുക എന്ന കാഹള ധ്വനി കുടുംബത്തിന് ഒരു വിളിയും ദൗത്യവും നിറവേറ്റാനുണ്ടെന്നുള്ള യാഥാർത്ഥ്യത്തെ വരച്ചു കാട്ടുന്നു. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ പ്രകൃതിയും ജീവനും ഒന്നിച്ചു പാടും പ്രണയം ദിവ്യമാമനുഭൂതികളുടെ സംഗമ വേദിയാണ് വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നു. കുടുംബ രൂപീകരണത്തിലേക്കാണ് ആദ്യം മനുഷ്യൻ വിളിക്കപ്പെട്ടത്. ഈ കുടുംബമാണ് മനുഷ്യ സമൂഹത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് അടിസ്ഥാന ഘടകമായി തീരുന്നത്. വിശുദ്ധിയിലേക്കുള്ള വിശ്വസ്തത പുലർത്തി കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വിവാഹം എന്ന കൂദാശ വ്യക്തികളെ പര്യാപ്തമാക്കുന്നു. ഇവിടെ സ്നേഹവും ജീവനും പങ്കുവെക്കുന്ന കൂടുമ്പോൾ ഇമ്പമേകുന്ന മണ്ണിലെ സ്വർഗമാണ് ദൈവസ്ഥാപനവും മിശിഹായിൽ വീണ്ടെടുക്കപ്പെട്ടതും ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിന് ലക്ഷ്യം വെച്ചുള്ള സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ്. വിവാഹവും കുടുംബവും വധുവരന്മാരുടെ ലൈംഗികതയുടെ പൂർത്തീകരണത്തിനും മക്കൾക്ക് ജന്മം നൽകുന്നതിനും സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിനും ലക്ഷ്യം വെച്ചുള്ളതാണ്. ക്രൈസ്തവ കുടുംബം കൂട്ടായ്മയുടെ സമൂഹമാണ്. പരിശുദ്ധ ത്രിത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂട്ടായ്മയാണ്. ദമ്പതികളുടെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ജീവനുദയം ചെയ്യുമ്പോൾ അത് പിതാവിന്റെ സൃഷ്ടികർമ്മത്തെ പ്രതിഫലിപ്പിക്കും. ഇങ്ങനെ ദൈവസ്ഥാപിതവും മിശിഹായിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ കുടുംബത്തിലാണ് ദൈവ വിളികൾ ഉണ്ടാകുന്നത്. ഒരു വ്യക്തി മാനസികവും ആധ്യാത്മികവുമായ സ്വാതന്ത്ര്യത്തിലേക്കും പക്വതയിലേക്കും വളർന്നു വരുന്നത് കുടുംബത്തിൽ നിന്നുമാണ്. സദ്ഗുണങ്ങളും ധാർമ്മിക മൂല്യങ്ങളും അവൻ കുടുംബത്തിൽ നിന്ന് സ്വന്തമാക്കും. ചുരുക്കത്തിൽ കുടുംബത്തിൽ നിന്ന് എല്ലാം ലഭിക്കും. അത് വിശുദ്ധമാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: യേശുവിനെ അനുഗമിക്കുവാനുള്ളതാണ് ഓരോ ക്രൈസ്തവന്റെയും പ്രഥമ വിളി. ഒരപ്പന്റെ സ്നേഹത്തിന്റെ ഓരോ ഉൾത്തുടുപ്പിൽ നിന്നും ഒരമ്മയുടെ ഹൃദയത്തിന്റെ നിറവിൽ നിന്നുമാണ് വിശ്വാസം കൈമാറ്റപ്പെടുന്നത്. വിശ്വാസ കൈമാറ്റത്തിന്റെ മഹാദൗത്യം ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. ഈ വിളിയോട് പ്രത്യുദ്ധരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിനു വേണ്ടി ഓരോ വ്യക്തിയും തിരഞ്ഞെടുക്കുന്ന വ്യത്യസ്തമായ ജീവിതാന്തസ്സുകളെല്ലാം ദൈവ വിളികളാണ്. കുടുംബ ജീവിതമാകട്ടെ, ഏകത്വ ജീവിതമാകട്ടെ, സന്യാസ വൈദിക ജീവിതമാകട്ടെ, ഇവയെല്ലാം ദൈവരാജ്യത്തിന്റെ പ്രഘോഷണത്തിനും വ്യാപനത്തിനും സഹായിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 15-ാം അധ്യായം 11-12 വാക്യങ്ങൾ പറയുന്നു: തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തന നിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയുവാൻ അവൻ വിശ്വസിച്ചു. നമ്മുടെ അസ്തിത്വത്തെ അലസ വിനോദമായും നമ്മുടെ ജീവിതത്തെ ആധാരകരമായ ഉത്സാഹവുമായി നിർമ്മിച്ചു. ഇന്ന് കുടുംബം പല വിധത്തിലുള്ള വെല്ലുവിളികളും നേരിടുന്നു. ലിവിംഗ് ടുഗദർ തുടങ്ങി പല സാമൂഹിക മാറ്റങ്ങളും സംഭവിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുകയാണ്: എല്ലാ കുടുംബത്തിന്റെയും മാതൃക നസ്രത്തിലെ തിരുകുടുംബമാണ്. കാലത്തുരത്തിന്റെ പരിമിതികളെ കൊട്ടാരത്തിന്റെ വിശാലതയിലേക്ക് ഉയർത്തിയ യോസേഫ് പിതാവും മാതാവും ദൈവഹിതത്തിൽ ചേർന്ന് നിന്നതിലൂടെയാണ് ഇത് സാധിച്ചത്. വിശുദ്ധ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് വിശുദ്ധ അഗസ്റ്റിനോസ്. ഹെലീന രാജ്ഞിയുടെ വിശ്വാസനിഷ്ഠതയും വിശുദ്ധിയുമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ ക്രിസ്ത്യാനിയാക്കിയത്. ഇവയെല്ലാം നമ്മെ ഒറ്റ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദൈവസ്ഥാപിതവും കേന്ദ്രീകൃതവുമായ കുടുംബത്തിലാണ് ദൈവ വിളികൾ ഉണ്ടാകുന്നത്. പറുദീസായിൽ വെച്ച് അനുഗ്രഹിച്ചും ജലപ്രളയത്തിൽ നിന്നും പറുദീസായിലെ ശിക്ഷയിൽ നിന്നും കാത്തുരക്ഷിച്ച് കൂദാശയിലേക്ക് ഉയർത്തപ്പെട്ടതാണ് കുടുംബബന്ധങ്ങൾ. സാരമില്ല എന്ന സാന്ത്വന വാക്കുമായി ചേർത്തു നിർത്തേണ്ടവരെ ചേർത്തു നിർത്തിയും മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തിക്കൊണ്ടും ജീവിക്കുന്നതാണ് കുടുംബജീവിതത്തിന്റെ രഹസ്യം. ക്രിസ്തുനാഥന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കുന്ന, നിത്യജീവൻ സ്വന്തമാക്കുവാൻ കാത്തിരിക്കുന്ന തലമുറകളുടെ ചങ്ങലയിൽ വിലക്കപ്പെട്ട കണ്ണികളാണ് കുടുംബങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി, നമസ്കാരം, ജയ് ക്രിസ്തു.